കുഞ്ഞുങ്ങൾക്ക് ഇവിടെ വയമ്പ് പറ നടത്താറുണ്ട്. ഈ വയമ്പ് പറയിട്ടതിന് ശേഷം ആ വയമ്പിൽ നിന്ന് നമ്മൾ കുറച്ച് വയമ്പ് പറയിടുന്നതിൻ്റെ പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഒരു ഔഷധ ഗുണമുള്ള ഒരു വള്ളിച്ചെടിയിൽ നിന്നുണ്ടാകുന്ന ഒരു വള്ളിയാണിത്. വയമ്പ് നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നമ്മളെ ഓർമ്മക്കുറവിന് നമ്മൾ നല്ല രീതിയിൽ സംസാരിക്കാനൊക്കെ സാധിക്കുന്നതാണ്. സങ്കല്പം എന്ന് പറയുന്നത് ദേവിയുടെ പാദത്തിലോട്ട് ഈ കുഞ്ഞുങ്ങൾ പറയിൽ വാരി നിറയ്ക്കുന്ന ദേവിയുടെ പാദത്തിലോട്ട് അർപ്പിക്കുന്നു എന്നുള്ള സങ്കല്പത്തിലാണ്. അതുകൊണ്ട് തന്നെ ഈ പറ നിറച്ചതിന് ശേഷം അതിൽ നിന്ന് കുറച്ച് വയമ്പെടുത്ത് നമ്മളെന്നും കുട്ടികൾ കൊടുത്തു വിടും. അതെന്നും രാവിലെ ഉരച്ച് കഴിക്കുന്നത് വാക്ചാതുര്യം ഉണ്ടാവാനും ഓർമ്മ കൂടുതൽ നിൽക്കാനും. ഇപ്പം നമ്മളെല്ലാവരും കുഞ്ഞുങ്ങളെല്ലാം നല്ല രീതിയിൽ പഠിക്കും, പക്ഷേ അവർക്ക് ആ ഓർമ്മക്കുറവിൻ്റെ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അവർക്ക് എഴുതാൻ സാധിക്കുന്നത് അതൊക്കെ ഒരു പരിധിവരെയൊക്കെ മാറിയുണ്ട്. അനുഭവങ്ങൾ ഒരുപാട് പേര് വന്ന് പറയാറുണ്ട്, നല്ല വ്യത്യാസമുണ്ട് എന്നൊക്കെ വന്ന് പറയാറുണ്ട്. ഇത് ഒരു പ്രധാന വഴിപാടാണ്. മറ്റൊരു പ്രധാന വഴിപാട് നാവും നാരായും നടക്കി വയ്ക്കുക എന്നുള്ളത്. അതായത് നമ്മളെ നാവിൽ ദേവി നാരായം കൊണ്ട് എഴുതുന്നു എന്നുള്ള സങ്കല്പത്തിൽ ദേവിയുടെ നടയിൽ നമ്മൾ വയ്ക്കാറുണ്ട്. അതുപോലെ നമ്മൾക്ക് തന്നെ ഒരു നാവ് കൊണ്ട്, അതായത് നമ്മളെ നാവ് പിഴച്ചുപോയി, ഒരു അബദ്ധം പറ്റിയോ അല്ലെങ്കിൽ ഒരു വാക്ക് പിഴച്ചുപോയി, എന്തുകൊണ്ട് അതിന് പരിഹാരമായിട്ട് ഒരു നാവ് മാത്രമായിട്ട് നമുക്ക് ആ പിഴവിനെ ആവർത്തിക്കാതിരിക്കാനും നല്ല രീതിയിൽ സംസാരിക്കാനും സംസാരത്തിന് ബുദ്ധിമുട്ടുള്ള കുഞ്ഞുങ്ങൾക്കും എല്ലാം ഇവിടെ ഈ നാവ് വയ്ക്കുന്നത് കൊണ്ടും. പിന്നെ മണി നേർച്ചയുണ്ട്, മണി പോലെ സംസാരിക്കുക. വാഗ്ദേവത ആയതുകൊണ്ട് തന്നെ മണി പോലെ സംസാരിക്കുക എന്ന സങ്കല്പത്തോടെ ഇവിടെ മണി നമ്മൾ നേർച്ചയായിട്ട് പൂജിച്ച മണി ഇവിടെ കെട്ടുന്നത് കൊണ്ട് ഉള്ള ഒരു വാക്കുമായിട്ട് ബന്ധപ്പെട്ട് ഈ 2-3 കാര്യങ്ങളുണ്ട്.